ഹായ്, ഇന്ന് നമ്മൾ 2 ടയർ എടുത്തിട്ടുണ്ട്. ഒരു ബൈക്ക് ടയറും ഒരു സ്കൂട്ടർ ടയറും. ഈ 2 ടയറും വെച്ചിട്ട് നമ്മൾ ഒരു അടിപൊളി ഐറ്റമാണ് ഇന്ന് തയ്യാറാക്കുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക്. അപ്പോൾ നമുക്ക് 2 ഓൾഡ് ടയറുകളാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഒന്ന് ബൈക്ക് ടയറും ഒന്ന് സ്കൂട്ടർ ടയറും. അപ്പോൾ ഈ 2 ടയറും നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ 2 ടയറിൻ്റെ ഒരു ഭാഗത്ത് അതായത് ഇതേപോലെ നമുക്ക് ഹോളുകൾ തയ്യാറാക്കണം. അപ്പോൾ 8 ഹോളുകളാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരേ അകലം ഗ്യാപ്പ് ഇട്ടുകൊണ്ടാണ് ആ 8 ഹോളുകളും തയ്യാറാക്കുന്നത്. അപ്പോൾ ചെറിയ ടയറിലും വലിയ ടയറിലും നമ്മൾ ഒരു സൈഡിൽ ഇതേപോലെ ഹോളുകൾ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അത് ചെറിയ ടയറിൽ നമ്മൾ ആദ്യം ഹോളുകൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ആ ഹോളുകൾ നമുക്ക് ആവശ്യമുള്ള ഭാഗം നമ്മളൊന്ന് ആദ്യം അടയാളപ്പെടുത്തുന്നുണ്ട്. അത് കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു സ്കെയിലോ വടിയോ വെച്ചിട്ട് നമ്മളൊന്ന് അത് അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ 8 ഹോളിനുള്ള അടയാളം നമ്മൾ ചെയ്തു. ഇനി നമുക്കിതൊക്കെ ഹോളാക്കിയെടുക്കും. അപ്പോൾ ഡ്രില്ല് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹോള് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അതേപോലെ സാധാരണ ബിറ്റ് ഉപയോഗിച്ചിട്ട് കൊണ്ട് ചെറിയ ഹോള് തയ്യാറാക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ അത് വലിയ ഹോളാക്കി മാറ്റുന്നത്. അപ്പോൾ ഇതേപോലുള്ള ബിറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് വലിയ ഹോളാക്കി, അതായത് 1 ഇഞ്ച് PVC പൈപ്പൊക്കെ കയറുന്ന രൂപത്തിലുള്ള ഹോളുകളാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അത് ചെറിയ ടയറിന്, അതായത് സ്കൂട്ടർ ടയറിന് നമ്മൾ ഹോളുകൾ തയ്യാറാക്കി. ഇനി നമുക്ക് വലിയ ടയറിന് ഇതേപോലെ 8 ഹോളുകൾ തയ്യാറാക്കാം. അപ്പോൾ അതാ 2 ടയറിന് നമ്മൾ ഹോളുകൾ തയ്യാറാക്കി. അപ്പോൾ വലിയ ടയറിനും ചെറിയ ടയറിനും. ഇനി നമ്മൾ എടുത്തത് ഇതേപോലുള്ള 1 ഇഞ്ച് വണ്ണം വരുന്ന PVC പൈപ്പ്. ഇത് വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന PVC പൈപ്പാണ് നമ്മൾ എടുത്തത്. ഇത് 70 സെൻറ്റിമീറ്റർ നീളത്തിലാണ് നമ്മൾ 8 പീസ് എടുത്തത്. അപ്പോൾ ഈ 8 പീസ് നമുക്ക് ആദ്യം ചെറിയ ടയറിൻ്റെ ഹോളിൽ നമുക്ക് ഇതേപോലെ കടത്തി വെക്കാം. അപ്പോൾ എല്ലാ ഹോളിലും നമുക്ക് ഇതേപോലെ പൈപ്പ് വെച്ച് കൊടുക്കാം. അപ്പോൾ ചെറിയ ടയറിൻ്റെ എല്ലാ ഹോളിലും നമ്മൾ പൈപ്പുകൾ ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് വലിയ ടയർ എടുത്തതിന് ശേഷം മുകൾ ഭാഗത്ത് അത് ഓരോ ഹോളിലേക്കും കറക്റ്റായിട്ട് നമുക്ക് വെച്ചുകൊണ്ട് നമുക്കത് ഫിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മളത് ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മളിത് ഇതേപോലെ ഒരു ടൈല് പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് വിരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ടയറുകൾ പൈപ്പുകളെല്ലാം കൂടി ഫിറ്റ് ചെയ്ത സാധനം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ടയർ താഴോട്ടെന്ന രീതിയിൽ തന്നെയാണ് നമ്മളത് ഇതേപോലെ വെക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് കോൺക്രീറ്റ് ആണ്. ഇത് നമ്മൾ ബേബി മെറ്റലും എംസാൻഡ് സിമെൻറ്റും ചേർത്ത് റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ 2 ബേബി മെറ്റൽ, 1 എംസാൻഡ്, 1 സിമെൻറ്റ് എന്ന രീതിയിലാണ് നമ്മളിത് മിക്സ് ചെയ്ത് വെള്ളം ചേർത്ത് കുഴച്ചെടുത്തത്. അപ്പോൾ അത് നമ്മളിത് ചെറിയ ടയറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഭാഗം ഒരു ഇഞ്ച് കനത്തിൽ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ടയറിനുള്ളിലേക്ക് കടക്കുന്ന രീതിയിലുള്ള ചെറിയ നൈസ് കമ്പികളൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്, വേസ്റ്റ് കമ്പികളൊക്കെ. അതിനുശേഷം നമ്മൾ വീണ്ടും കോൺക്രീറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ടയറിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് നമ്മൾ കുത്തി നിറച്ച് കൊടുക്കണം. അതായത് ടയറിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഫിറ്റായിട്ട് വരണം. നമ്മുടെ പൈപ്പൊക്കെ നന്നായിട്ട് അവിടെ ഇളകാതെ ഫിറ്റായി നിൽക്കണം. അതിനുള്ള രീതിയിൽ നമ്മൾ കോൺക്രീറ്റ് നന്നായിട്ട് ടയറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുത്തി നിറച്ച് കൊടുക്കുന്നു. അപ്പോൾ അത് നമ്മൾ കോൺക്രീറ്റ് ചെയ്തെടുത്തു. ടയറിൻ്റെ അതേ കനത്തിൽ ലെവലായിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തു. ഇനി നമ്മൾ ഇതേപോലെ 2 പീസ് തെർമോക്കോൾ എടുത്തിട്ടുണ്ട്. തെർമോക്കോൾ ഷീറ്റ് ഇത് നമ്മൾ വാങ്ങിയതാണ്. അപ്പോൾ ഒരു ഷീറ്റിന് 30 രൂപയാണ് വില. അപ്പോൾ 2 ഷീറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ആ 2 ഷീറ്റ് നമ്മളിത് ഒരുമിച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. സൈഡിൽ ഗമ്മ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളത് ഒരുമിച്ച് ഒട്ടിച്ചെടുക്കുന്നു. അപ്പോൾ തെർമോക്കോൾ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് വേണ്ടത് 35 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മളൊരു കയറ് എടുത്തിട്ടുണ്ട്. ഒരു കയറ് കട്ട് ചെയ്ത് കെട്ടിയെടുത്തിട്ടുണ്ട്. 35 സെൻറ്റിമീറ്റർ പറയുമ്പോൾ 70 സെൻറ്റിമീറ്റർ എടുത്തതിന് ശേഷം നമ്മൾ അത് 2ആയി മടക്കി കെട്ടിയെടുത്തതാണ്. അപ്പോൾ ഇതേപോലെ അതിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ഒരു എന്തെങ്കിലും ആണിയോ അതേപോലെ സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും വെച്ചതിന് ശേഷം ഒരു ഭാഗത്ത് പെന്നോ പെൻസിലോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളൊന്ന് റൗണ്ട് വരച്ചെടുത്തതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്.
അപ്പോൾ അത് തെർമോക്കോൾ നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെയുള്ള നെറ്റാണ്. അപ്പോൾ 1 മീറ്റർ നെറ്റാണ് നമ്മൾ വാങ്ങിയത്. ഈ 1 മീറ്ററിന് 90 രൂപയാണ് വില. അത് നമ്മൾ ഈ തെർമോക്കോളിൻ്റെ അതേ റൗണ്ടിൽ തന്നെ നമ്മൾ ഈ നെറ്റും കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ നെറ്റും നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സിമെൻറ്റാണ്. സിമെൻറ്റ് മാത്രമാണ് നമ്മൾ എടുത്തത്. അതിൽ നമ്മൾ വെള്ളം ചേർത്ത് അതൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നു. ഇനി നമുക്ക് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്ത സിമെൻറ്റ് ഇതിന് മുകളിൽ ഇതേപോലെ നമ്മുടെ തെർമോക്കോളിന് മുകളിൽ നെറ്റ് അതേ കറക്റ്റിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ആ സിമെൻറ്റ് പേസ്റ്റ് നമുക്ക് ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ സിമെൻറ്റ് പേസ്റ്റ് നമ്മൾ തേച്ചെടുത്തു. ഇനി നമുക്ക് വേണ്ടത് സിമെൻറ്റും എംസാൻഡും ചേർത്ത് മിക്സാക്കി അത് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം. ഇത് നമ്മൾ 2:1 എന്ന രീതിയിലാണ് നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുത്തത്. അപ്പോൾ 2 എംസാൻഡിന് 1 സിമെൻറ്റ് എന്ന രീതിയിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്ത ശേഷം നന്നായിട്ട് നമുക്ക് നിരത്തിയെടുക്കാം. ഈ റൗണ്ട് മുഴുവനായിട്ടും ഒരു ഇഞ്ച്, ഒരു 1/2 ഇഞ്ച് കനത്തിൽ നമുക്ക് ഇതേപോലെ നിരത്തിയെടുക്കാം. സിമെൻറ്റ് നിരത്തിയ ശേഷം നമ്മൾ ഇതേപോലെ ഒരു പലക ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് ഫിനിഷിങ് ചെയ്ത് എടുക്കുന്നുണ്ട്. പലക വെച്ച് ഫിനിഷ് ചെയ്ത ശേഷം നമ്മൾ ഇതേപോലെ അതായത് കുറച്ച് മിക്സ് എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വെള്ളം ചേർക്കാത്ത മിക്സാണ്. ഇത് എംസാൻഡ് സിമെൻറ്റും ചേർത്ത മിക്സ് തന്നെയാണ്. അപ്പോൾ വെള്ളം ചേർക്കാത്ത മിക്സ് നമ്മൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ നന്നായിട്ട് വിതറി കൊടുത്തുകൊണ്ട് വീണ്ടും ഇത് നന്നായിട്ട് നമുക്ക് പലക കൊണ്ട് റെഡിയാക്കി ഫിനിഷിങ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ മുകൾ ഭാഗം നമ്മൾ റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ തേച്ച് മിനുക്കി റെഡിയാക്കിയെടുക്കും. അപ്പോൾ നമ്മുടെ റൗണ്ട് ഷീറ്റ് സൈഡ് ഭാഗം അതേപോലെ മുകൾ ഭാഗമൊക്കെ നമ്മൾ നന്നായിട്ട് തേച്ച് മിനുക്കിയെടുത്തു. ഇനി ഇത് നമ്മൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതേപോലെ നമ്മൾ കുറച്ച് സിമെൻറ്റ് മാത്രം നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്കിത് തേച്ച് കൊടുക്കാം. തേച്ച് നന്നായിട്ട് നമുക്ക് മിനുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ റൗണ്ട് ഷീറ്റ് നമ്മൾ റെഡിയാക്കിയെടുത്തു. ഇനി 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാക്കി ചെയ്യാനുള്ളത്. അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമ്മുടെ ഷീറ്റ് നമുക്ക് നന്നായിട്ട് നനച്ച് കൊടുക്കുക. ആ നനച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് തുണി നനച്ചിട്ട് നമ്മൾ ഇതിലിടുന്നുണ്ട്. കോട്ടൺ തുണി നനച്ചിട്ട് ഇതേപോലെ വിരിച്ചു കൊടുക്കുന്നുണ്ട്. കോട്ടൺ തുണി അല്ലെങ്കിൽ ചണച്ചാക്ക് എന്തെങ്കിലും നമുക്ക് നനച്ച് ഇതേപോലെ വിരിച്ചു കൊടുക്കും. ഒരു 4-5 ദിവസം നമുക്ക് ഇതേപോലെ ഇതിൻ്റെ മുകളിൽ നമുക്ക് നനച്ച് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ആദ്യം റെഡിയാക്കി വെച്ച നമ്മുടെ ടയറിനുള്ളിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് നമുക്ക് നനച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലും നമ്മൾ ഇതേപോലെ കോട്ടൺ തുണി നനച്ച് കൊടുക്കുന്നുണ്ട്, നനച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് വലിയ ടയർ എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളത് തൽക്കാലം മാറ്റി വെച്ചു. അതിനുശേഷം നമ്മളിത് സിമെൻറ്റും എംസാൻഡും അതായത് 1:1 എന്ന രീതിയിൽ നമ്മൾ ഇതേപോലെ നന്നായിട്ട് വെള്ളം പാർന്ന് നമ്മളൊരു പായസ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇത് ഓരോ പൈപ്പിനുള്ളിലേക്കും നമുക്കിത് നിറച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്ത് അതിൻ്റെ ഭാഗം എടുത്തിട്ടാണ് നമ്മളിത് നിറച്ച് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ പൈപ്പിലും നമുക്ക് ഇതേപോലെ നിറച്ച് കൊടുക്കാം. എല്ലാ പൈപ്പിലും സിമെൻറ്റ് നിറച്ച ശേഷം നമുക്ക് നമ്മുടെ വലിയ ടയർ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമുക്ക് എടുത്ത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു 4-5 ദിവസം വെയിറ്റ് ചെയ്യാം. അപ്പോൾ 5 ദിവസം നമ്മൾ നന്നായിട്ട് നനച്ചു. ഇനി നമുക്ക് നമ്മുടെ തുണിയൊക്കെ എടുത്ത് മാറ്റാം. നമുക്ക് ബാക്കി പണികളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ റൗണ്ട് ഷീറ്റ് നമുക്ക് തുണിയൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ പൊക്കി നമ്മൾ എടുക്കുകയാണ്.
ഇനി നമുക്ക് നമ്മുടെ റൗണ്ട് ഷീറ്റ് നമ്മൾ ടയർ സെറ്റ് ചെയ്ത് വെച്ചതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അടിപൊളി ടേബിളായിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഈ റൗണ്ട് ഷീറ്റിന് തെർമോക്കോൾ വെച്ച് ചെയ്ത് നമ്മൾ കോൺക്രീറ്റ് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് വളരെ വെയിറ്റ് കുറവായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് 1-2 ദിവസം നമുക്കിത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 2 ദിവസം കഴിഞ്ഞു, നമ്മുടെ ഷീറ്റൊക്കെ കോൺക്രീറ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് പെയിൻറ്റ് അടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ഷീറ്റ് ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം മുകൾ ഭാഗത്തെ വലിയ ടയർ നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ പെയിൻറ്റ് കൊടുക്കുന്നില്ല, ഒന്ന് ടയർ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഡിസൈൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ടും എല്ലാ ഭാഗത്തും നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പെയിൻറ്റ് അടിച്ചെടുക്കാം. ഇവിടെ നമ്മൾ മുകളിലെ ടയറിന് ഒരു ഡിസൈൻ ചെയ്തെടുത്താണ്. അതുപോലെ തന്നെ നമ്മൾ പൈപ്പ് ബ്ലാക്കാണ്, ആ ബ്ലാക്കിന് നമ്മൾ കളർ മാറ്റുന്നില്ല, ആ ബ്ലാക്ക് കളർ തന്നെ നിലനിർത്തുകയാണ്. അപ്പോൾ അടിഭാഗത്ത് നമ്മളൊരു പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മുകളിലെ റൗണ്ട് ഷീറ്റിനും നമ്മൾ പെയിൻറ്റ് അടിച്ചെടുക്കുന്നുണ്ട്. അതൊരു ടെറാക്കോട്ട കളറാണ് നമ്മൾ അടിക്കുന്നത്, എമൽഷനാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ടേബിളൊക്കെ റെഡി ആയിട്ടുണ്ട്, പെയിൻറ്റൊക്കെ അടിച്ച് പെയിൻറ്റൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള പെയിൻറ്റ് മാത്രമേ നമ്മൾ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ചെടി വെക്കാം. ഇതേപോലെ നമുക്ക് ചെടികളൊക്കെ വെക്കാം. അതിന് ശേഷം നമുക്കിത് ഇങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാനൊക്കെ കഴിയുന്ന ടേബിളാണ്. പിന്നെ അപ്പോൾ നമ്മുടെ ബൈക്ക് ടയറുകൾ കൊണ്ടുള്ള നമ്മുടെ ടേബിള്, ഔട്ട്ഡോർ ടേബിൾ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ടേബിളാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് നിർമ്മിക്കുകയും ചെയ്യാം, വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ നമുക്ക് നിർമ്മിച്ചെടുക്കാം. പെയിൻറ്റിംഗ് ഒക്കെ നമ്മൾ ചെറിയ രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ള പെയിൻറ്റിങ്ങേ നമ്മൾ നടത്തിയിട്ടുള്ളൂ. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പെയിൻറ്റൊക്കെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ടേബിൾ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ. നമ്മുടെ ടേബിളിൻ്റെ അടുത്തുള്ള ബെഞ്ചിനെ കുറിച്ച് ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഈ ബെഞ്ച് നമ്മൾ മുൻപ് ചെയ്ത ഒരു വീഡിയോ ആണ്. നമ്മുടെ വീട്ടിൽ വരുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനടുത്തുള്ള ബെഞ്ച് നമ്മൾ നിർമ്മിച്ചെടുത്തത്. അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിലും ആ വീഡിയോ കാണാം.